കായിക വിശേഷങ്ങൾക്ക് ഇനി നേരെ പോകേണ്ടത് തലസ്ഥാനത്തേക്കാണ്. കായിക മീറ്റ് അവിടെ അതിന്റെ അവസാനം, അതിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സ്കൂൾ കായികമേള. അപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മഹേഷ് പോലൂരാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. മഹേഷ്, ഗുഡ് മോർണിംഗ്. മഹേഷ്, അങ്ങനെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കുറി കൊച്ചിയിൽ നടന്നപ്പോഴും തിരുവനന്തപുരം തന്നെയായിരുന്നു ഓവറോൾ ചാമ്പ്യന്മാർ. ഇക്കുറി അവരുടെ നാട്ടിലെത്തിയപ്പോഴും ആ ഓവറോൾ കിരീടം അവർ വിട്ടു നൽകുന്നില്ല എന്നുള്ളതാണ് ചിത്രം. മാത്രമല്ല ബഹുദൂരം മുന്നിലാണ്. അപ്പോ എന്താണ് ഇനി നടക്കാനുള്ളത്? പ്രധാനപ്പെട്ട മെഡൽ ഇവന്റുകൾ ഉണ്ടോ? എന്തൊക്കെയാണ് വിശേഷം? സൈഫ്, ജിൽസി പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന് ഈ കപ്പ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള മടി എന്ന് പറയാം. കയ്യിലുള്ള കപ്പ് തിരികെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുകയാണ്. 1616 പോയിന്റാണ് തിരുവനന്തപുരം ഇതുവരെ നേടിയത്. എതിരാളികൾക്ക് അതിന്റെ പകുതി പോലുമില്ല. രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂർ വെറും 769 പോയിന്റാണുള്ളത്. മൂന്നാം സ്ഥാനത്ത് പാലക്കാടാണ്, 698 പോയിന്റുമായി പാലക്കാട്. കണ്ണൂർ നാലാം സ്ഥാനത്ത് 687 പോയിന്റ്. 637 പോയിന്റുള്ള മലപ്പുറം അതിന് തൊട്ടു താഴെയായി നിൽക്കുകയാണ്. ഗെയിംസ് ഇനങ്ങളിലും നമ്മൾ തൃശ്ശൂരിന്റെ വലിയ കുതിപ്പ് കാണുകയാണ്. പ്രത്യേകിച്ച് അക്വാറ്റിക്സ് നീന്തൽ കുളത്തിൽ നിന്ന് നേടിയ വലിയ മെഡലുകളുടെയൊക്കെ പിൻബലത്തിൽ 914 പോയിന്റ് ഗെയിംസ് ഇനങ്ങളിൽ മാത്രം തൃശ്ശൂർ നേടുന്നുണ്ട്. സ്കൂളുകളിലേക്ക് വന്നാൽ സ്പോർട്സ് അക്കാദമികൾ ഹോസ്റ്റലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ GV രാജയാണ് മുന്നിൽ നിൽക്കുന്നത്. സായി കൊല്ലം രണ്ടാമതുണ്ട്. പക്ഷേ GV രാജ 48 പോയിന്റ് നേടി അവരുടെ മികവ് ഇന്നലെ പ്രത്യേകിച്ച് 400 മീറ്റർ ഹഡിൽസിലൊക്കെ പുറത്തെടുത്തപ്പോൾ കേവലം 8 പോയിന്റ് മാത്രമാണ് സായി കൊല്ലത്തിനുള്ളത്. 5 പോയിന്റ് മാത്രമാണ് വയനാട്ടിലെ CHSനുള്ള. അപ്പോൾ ഈ സ്പോർട്സ് സ്കൂളുകൾക്ക് എന്ത് പറ്റി, GV രാജ ഒഴിച്ച് ബാക്കിയുള്ള സ്പോർട്സ് സ്കൂളുകൾക്ക് അക്കാദമികൾക്ക് എന്ത് പറ്റി എന്നുള്ള വിലയിരുത്തലും കൂടി ഇത്തവണ വേണ്ടിവരും എന്ന് നമ്മൾ കരുതുകയാണ്. അത്ലറ്റിക്സിലേക്ക് വന്നാൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. കേവലം 7 പോയിന്റിന്റെ വ്യത്യാസത്തിൽ പാലക്കാട് നിൽക്കുകയാണ്. 162 പാലക്കാട് നേടുന്നു, 155 മലപ്പുറം എത്തുന്നു. സ്കൂളുകളിലേക്ക് വന്നാൽ ഐഡിയൽ കടകശ്ശേരിയാണ് 58 പോയിന്റ്. സെന്റ് ജോസഫ് HSS പുല്ലൂരാമ്പാറ 38 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. പടവന്നൂർ VMHS മൂന്നാം സ്ഥാനത്തുണ്ട്. അപ്പോൾ നല്ലൊരു ഫൈറ്റ് ഉണ്ട്. സ്കൂളുകളുടെ കാര്യത്തിലും നമുക്ക് ഒരു പ്രവചനം ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ഐഡിയൽ കടകശ്ശേരി ഉണ്ട്, പക്ഷെ എന്നാൽ പോലും അവിടെ ഒരു മത്സരമുണ്ട്. അത്ലറ്റിക്സ് പ്രവചിക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് ഒരു പ്രവചനാതീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ചാമ്പ്യൻഷിപ്പ്, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് തിരുവനന്തപുരം അത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ജിൽസി, സൈഫോ. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ 100 മീറ്റർ മത്സരം നടക്കുന്ന ട്രാക്കിന്റെ അധ്യാപകരുടെ മത്സരം നടക്കുന്ന ദിനമാണ്. ആ ട്രാക്കിന്റെ ഫിനിഷിംഗ് പോയിന്റിലാണ് ഞാനുള്ളത്. ഇതിന്റെ അങ്ങേ അറ്റത്തായി നിതിൻ സേവ്യർ ഉണ്ട്. അവിടെ പോൾ വോൾട്ട് മത്സരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. നിതിൻ, എന്താണ് അവിടെ മത്സരത്തിന്റെ ഒരു ആവേശത്തിലേക്കൊക്കെ എത്തിയോ? മാർബേസിന്റെ ഒരു കുതിപ്പ് ഇത്തവണ വീണ്ടും പോൾ വാൾട്ടിൽ നമ്മൾ കാണുമോ? തീർച്ചയായും പോൾവാട്ട് സീനിയർ ആൺകുട്ടികളുടെ പോൾവാട്ട് മത്സരം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ തുടക്കത്തിൽ ചില താരങ്ങൾ അവർ ഉയർന്ന ദൂരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിനുശേഷം അവർ പാസ് പറഞ്ഞിരിക്കുകയും മറ്റു കുട്ടികൾ ഈ മത്സരത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഏതായാലും ഈ സീനിയർ ആൺകുട്ടികളിൽ മാർബേസിന് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങളെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഐഡിയൽ കടകശ്ശേരി ഇത്തവണ പോൾവാൾട്ടിൽ വലിയ പരിശീലനം, മറ്റൊരു സ്ഥലത്ത് പോയി നിലമ്പൂരിലൊക്കെ പോയി വലിയ പരിശീലനമൊക്കെ നേടിയാണ് ഇത്തവണ ഐഡിയൽ കടകശ്ശേരി പോൾവാൾട്ട് മത്സരത്തിൽ എത്തുന്നത്. കഴിഞ്ഞ കുറേ കൊല്ലമായി ഈ മാർബേസിൽ നടത്തി വരുന്ന കുത്തക, പോൾവാട്ടിലെ കുത്തക അവസാനിപ്പിക്കുക എന്നതാണ് നിലവിൽ ഐഡിയൽ കടകശ്ശേരി. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 വർഷവും ജൂനിയർ ആൺകുട്ടികളിൽ സ്വർണ്ണ മെഡൽ നേടിയ കോട്ടയത്തിന്റെ പാലാ ജംസ് അക്കാദമിയുടെ മിലൻ എന്ന വിദ്യാർത്ഥി, ആ കുട്ടിയും സീനിയർ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. 4.10 മീറ്റർ ദൂരം കണ്ടെത്തിയിട്ടുള്ള, മികച്ച ദൂരം കണ്ടെത്തിയിട്ടുള്ള ഒരു താരം കൂടിയാണ് മിലൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സീനിയർ ആൺകുട്ടികളിൽ വലിയ മത്സരം പോൾവാട്ടിലേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 4.80 പോൾവാട്ടിൽ സീനിയർ ആൺകുട്ടികളുടെ പോൾവാട്ടിൽ നിലവിലെ സ്കൂൾ മീറ്റിലെ സംസ്ഥാന റെക്കോർഡ്. ഏതായാലും വലിയ മത്സരം തന്നെ ഇവിടെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഐഡിയൽ കടകശ്ശേരിയുടെ താരങ്ങളുണ്ട്, മാർബേസിലിൻ്റെ താരങ്ങളുണ്ട്, കോട്ടയത്തിൻ്റെ താരങ്ങളുണ്ട്. അങ്ങനെ നിരവധി താരങ്ങൾ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ വലിയ മത്സരം തന്നെ പ്രതീക്ഷിക്കും. ഏതായാലും ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം വന്ന
പ്രായത്തെറ്റുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന HRDS എന്ന സംഘടന വഴിയാണ് ഈ നിലവിൽ ആരോപണ വിധേയമായി കുട്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ച സംഘടനയെ പറ്റി അന്വേഷിക്കും. ഒപ്പം തന്നെ ഈ സംഘടന വഴി മറ്റു ചില താരങ്ങൾ കൂടി സംസ്ഥാന കായികമേളയിൽ മത്സരിച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടന വഴി കേരളത്തിലെ വിവിധ സ്കൂളിലേക്ക് എത്തിയ മറ്റ് താരങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികളുടെ കൂടി വിവരങ്ങൾ പുനഃപരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പ് ബോധ്യമാവുകയാണെങ്കിൽ പോയിന്റുകൾ കുറയ്ക്കും. ജില്ലയുടെയും സ്കൂളുകളുടെയും പോയിന്റുകൾ കുറയ്ക്കും. ഒപ്പം തന്നെ ഈ സ്കൂളിനെതിരെ നിലവിൽ സെന്റ് ജോസഫ് പുല്ലൂരം പാർക്കെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത്. സ്കൂളിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ഈ തട്ടിപ്പ് കണ്ടെത്തുന്ന സ്കൂളുകൾക്ക് എതിരെ അടക്കം കടുത്ത നടപടിയിലേക്ക് പോകാനാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. മഹേഷ്.